ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉച്ചയ്ക്ക് ഇന്ന് ഫുഡ് നമ്മുടെ വക സ്പെഷ്യലാണ്. അപ്പോൾ ഇന്നത്തെ ഫുഡ് എന്ന് വെച്ചാൽ നമുക്ക് ചോറ് തൊട്ട് അങ്ങനെ എല്ലാം വെച്ച് സെറ്റ് ആക്കണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇതാക്കാമെന്ന് വെച്ചാൽ പുറപ്പായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം മച്ചാമാരെ. അപ്പോൾ ആദ്യം തന്നെ എന്താ പറയുക, നമ്മൾ വിഷുവിന് വെച്ച് ഓൾറെഡി ഈ അരി ഉണ്ടായിരുന്നു നമ്മുടെ ഇതിനകത്ത് വെച്ചത്. അപ്പം എന്തായാലും ഈ ഒരു അരി എടുത്ത് നമുക്ക് നമ്മുടെ ചോറാക്കാം, സെറ്റാക്കാം. പിന്നെ കറികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. തേങ്ങയുണ്ട്, പിന്നെ എന്താ പറയുക, കിഴങ്ങൊക്കെ ഉണ്ട്. അപ്പം ആ എല്ലാ കാഴ്ചകളും ഇനി ഞാൻ കാണിച്ചു തരാം. എന്തായാലും നമുക്ക് സെറ്റാക്കാം ഗൈസ്. അപ്പോൾ തേങ്ങയൊക്കെ എടുത്ത് നമ്മൾ സെറ്റാക്കി വന്നിട്ടുണ്ട് നമ്മുടെ തോരൻ റെഡിയാക്കാനുള്ള മച്ചാമരെ. അപ്പോൾ കുക്കറിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ കിഴങ്ങൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ പറയുക, ഇതൊന്ന് കുക്കർ വിസിലൊക്കെ അടിച്ച് സെറ്റാവണം. നമ്മളിനി കിഴങ്ങ് തോരൻ വെക്കാനാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഗൈസ് തേങ്ങയൊക്കെ പൊട്ടിച്ച് സെറ്റാക്കി വരുന്നുണ്ട്. നമുക്ക് ഇനി അതിൽ തേങ്ങാവെള്ളമൊക്കെ ഒന്ന് കുടിക്കാൻ ഇങ്ങനെ നോക്കാട്ടോ ഗൈസ്. തേങ്ങ നല്ലതാണോ നോക്കാം. എന്തായാലും നല്ല മുഴുപ്പുള്ള തേങ്ങയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ തേങ്ങാവെള്ളം കുടിച്ച് നല്ല കുഴപ്പമില്ല ഗൈസ്, ചെറിയൊരു പുളിയുണ്ട്. അപ്പോൾ മച്ചാമാരെ, അപ്പം തന്നെ നമ്മുടെ കുക്കർ എന്താ പറയുക വിസിലൊക്കെ അടിച്ച് സെറ്റായി. ഇനി നമുക്ക് എന്താ പറയുക തോരന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക ഉള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി വന്നിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറം ചാമ്പക്കന്മാരൊക്കെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഗൈസ് അപ്പോൾ അരപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ചട്ടിയിൽ. എന്തായാലും നമ്മുടെ മോരുകറിക്ക് വേണ്ട. അപ്പോൾ കിഴങ്ങൊക്കെ ഗൈസ് എന്താ പറയുക നമ്മുടെ ഇതാ 2 വിസിലൊക്കെ അടിച്ചിട്ടുണ്ട്, ഏകദേശം എന്തോട്ടോ മച്ചാമാരെ. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ തിളയ്ക്കാൻ തുടങ്ങി, ചെറുതായിട്ട് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എന്താ പറയുക തിളയ്ക്കാനൊക്കെ തുടങ്ങുന്നുള്ളൂ മച്ചാമാരെ. എന്തായാലും ഗൈസ് അപ്പോൾ ചോറൊക്കെ ഇട്ട് നമ്മൾ സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം സമയം ഒരു 12:50 ആയിട്ടുണ്ട്. അപ്പം എന്തായാലും ചോറാകുമ്പോഴത്തേനും ഒരു 1:30 ആകുമ്പോഴത്തേനും, എന്തായാലും 1:45 ആകുമ്പോഴത്തേനൊക്കെ റെഡി ആവുന്നതാണ്. ഞങ്ങൾ കുക്കറിലാണ് കേട്ടോ, കലത്തിലാണ് വെച്ചത്. അപ്പം മോരുകറി എന്തായാലും സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ ഇനി അനിയത്തി കിഴങ്ങൊക്കെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വാഴയിലേക്ക് വെട്ടി നമുക്ക് സെറ്റാക്കണം. ഇവിടെ ഒരു മഴ മൂടലുണ്ട് ഓൾറെഡി. ഇപ്പോൾ ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും ഇപ്പോൾ 2-3 ദിവസം മുമ്പ് വിഷുവിൻ്റെ അന്നൊക്കെ 1:30 ആയപ്പോഴത്തേനും നല്ല മഴയായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് ഇപ്പോൾ അറിയില്ല, വെയിലും മഴയും കൂടെ. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ കിഴങ്ങ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട് ഗൈസ്, എന്താ വെച്ചാൽ നമ്മൾ 2-3 ദിവസം മുമ്പ്, 2 ദിവസമല്ല, ഇപ്പോൾ ഒരു എനിക്ക് 3-4 ദിവസമായിട്ടുണ്ടാവും നമ്മൾ മാങ്ങയൊക്കെ നമ്മളെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതും കൂടെ കാണിച്ചു തരുക ഗൈസ്. ഇത് സെറ്റാട്ടോ, ഇപ്പോൾ ഏകദേശം ആയി വരുന്നുള്ളൂ മച്ചാൽ മതി. ഇത് സംഭവം ഇത് കണ്ടോ, ആയി വരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടി മറ്റേ വാഴയിലയിൽ വാട്ടിയെടുത്ത് നമുക്ക് സെറ്റാക്കണം. എന്തായാലും ചോറും കൂടെ തന്നെ സെറ്റാക്കി 2 കറിയായി. പപ്പടം ഇല്ല, അച്ചാറൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും നമുക്ക് റെഡിയാക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പാർട്ട് 1 എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് നമ്മൾ അച്ഛൻ്റെ കൂടെ ചെടി മേടിക്കുന്ന ഒരു വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിന് മേളിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ കഴിഞ്ഞ ശേഷം അത് കാണുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇലയൊക്കെ പറിച്ചിട്ട് വരാം അച്ഛന്മാരെ. നമ്മളിവിടെ കുറേ മുമ്പ് നട്ടിയൊരു എന്താ പറയുക കരിയാപ്പിലായിരുന്നു. അതിപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട്. കാരണം ഇത് എന്താ പറയുക പോയതായിരുന്നു, പക്ഷേ മഴയൊക്കെ പെയ്ത് വിഷുവൊക്കെ നല്ല അടുപ്പിച്ച മഴയായപ്പോഴത്തേനും സംഭവം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ചൂട് മാത്രം ഒന്ന് സെറ്റായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വാഴയിലൊക്കെ വെട്ടി സെറ്റാവാം. പിന്നെ കുറേ അല്ലാത്ത ചെടിയുണ്ട് കൈസ്, കണ്ടൊക്കെ ഫുള്ള് മറ്റേ ഇതിൻ്റെ പേരെന്തായിരുന്നു, ഒരു മറ്റേ നമ്മൾ ഓണത്തിനൊക്കെ ഇട്ട് സെറ്റാക്കുമല്ലോ, ഒരു മഞ്ഞയും ഓറഞ്ചൊക്കെ, ആ കുറേ എണ്ണം ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വിത്ത് പാകിയപ്പോൾ മൊത്തം റെഡിയായി, മൊത്തം കാടായി കൈസ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ നമുക്ക് സെറ്റാക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ വാഴയിലേക്ക് വെട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലാണ് ഗൈസ്. എന്തായാലും ഇന്ന് മഴക്കോളൊന്നും അങ്ങനെയില്ല, നല്ല മേഘമൊക്കെ ഉണ്ട്. എന്തായാലും സെറ്റാണ് ഗൈസ്. നമ്മുടെ ചോറൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അച്ഛന്മാരെ ഇലയൊക്കെ സെറ്റാണ്. അപ്പോൾ സമയം ഗൈസ് 1:05. അപ്പോൾ നമ്മൾ 12:50 ആയപ്പോഴല്ലേ നമ്മൾ ഏകദേശം ചോറിട്ടെ, 12:45 അല്ലേ. അപ്പോൾ ഗൈസ് എന്തായാലും ഇലയൊക്കെ വെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു 1:30 ആകുമ്പോഴത്തേനും എന്തായാലും എല്ലാം ചോറടക്കം എല്ലാ സംഭവവും സെറ്റാകും ഗൈസ്. നമ്മൾ കുക്കറിലല്ല ചോറ് വെച്ചത്, കാരണം ആ ഒരു എന്താ പറയുക കുഴഞ്ഞു കൊണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ കലത്തിലിട്ടു ഗൈസ്. അപ്പം ഒരു വിസിലടിച്ച് ശരിക്കും കലത്തിലിട്ടാൽ മതിയായിരുന്നു. പിന്നെ നമ്മൾ അതങ്ങനെ ആക്കി. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്കിനി ഫുഡ് ഇന്നത്തെ ഊണ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അനിയത്തി മുട്ടയും കൂടെ വറുത്ത് വെച്ചു. അപ്പം ഗൈസ് നമ്മൾ 3 കറിയായി. ഒന്ന് നമ്മുടെ മുട്ട വറുത്തായി, കിഴങ്ങ് തോരനായി, മോര് കറിയായി. ഇനി നമ്മുടെ ഈ ഒരു ഉപ്പുമാങ്ങ അച്ചാറും കൂടെ സെറ്റാക്കിയിട്ട് നമുക്ക് എന്തായാലും ഈ 1:30 ആകുമ്പോഴത്തേനും ഭക്ഷണം കഴിക്കണം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഇതുപോലത്തെ എന്താ ഫേവറേറ്റ് ചോറിനുള്ള കറികളൊക്കെ എന്താ, കൂട്ടാനൊക്കെ എന്താ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്കിനി ഫുഡ് കഴിക്കുന്നതും കൂടെ 1:30 ആകുമ്പോഴത്തേനും സെറ്റാകും ഗൈസ്. അപ്പോൾ എന്തായാലും അപ്പോഴത്തേനും റെഡിയാക്കാം. വെള്ളമൊക്കെ സെറ്റാക്കി വെച്ചു, ചൂടുവെള്ളമൊക്കെ സെറ്റാക്കി വെച്ചു ഗൈസ്. മഴ
പെയ്യുന്നില്ല, എന്തായാലും നമുക്ക് നോക്കാം. ഗൈസ് അപ്പോൾ നമ്മുടെ ചോറൊക്കെ ഇപ്പോൾ ഇവിടെ സെറ്റായി വരുന്നുണ്ട്. സംഭവം ഗൈസ് 1:30 ആയിട്ടുണ്ട് സമയം. ഇതാണ് ചോറൊക്കെ വെന്ത് ഏകദേശം റെഡിയായി തുടങ്ങുന്നുണ്ട് കേട്ടോ മച്ചാമാർ. ഇനി നമുക്ക് എന്തായാലും ഇത് ഊറ്റി നമുക്ക് സെറ്റാക്കാം. ഗൈസ് നമ്മൾ പൊതിച്ചോറൊക്കെ ആക്കാന്ന് വെച്ചോട്ടോ, പക്ഷെ നമ്മൾ അങ്ങനെ ഒന്നും ആക്കിയില്ല. അപ്പോൾ മച്ചാമാരെ നമ്മുടെ ഉച്ചയ്ക്കത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ കരിക്കുന്നുണ്ടെന്നാണ് നമ്മൾ ചോറ് കഴിക്കുന്നത്. അപ്പോൾ ഗൈസ് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ, നിങ്ങൾ ഉച്ചയ്ക്കൊക്കെ എന്താ പറയുക ടി വിയിലൊക്കെ വെക്കുമ്പോൾ ഏത് സിനിമയാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ കണ്ട് കഴിക്കാറുണ്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ എന്തായാലും നമുക്ക് നോക്കാം മച്ചാമാരെ. അപ്പോൾ എന്താ പറയുക നമ്മുടെ കറിയും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. നമ്മൾ ഉച്ചയ്ക്കത്തെ അങ്ങ് അടിപൊളിയാക്കി എടുത്തു. ഗൈസ് അപ്പോൾ സമയം ഏകദേശം ഇപ്പം 2:30 അപ്പോൾ നമ്മൾ ചോറൊക്കെ കഴിച്ച് സെറ്റായി. അപ്പോൾ എന്താ പറയുക ഒരു 1:40 1:50 നമ്മൾ ചോറൊക്കെ കഴിച്ചത്. അപ്പോൾ കഴിച്ച് ഇന്നത്തേക്ക് ഇത്ര ഉള്ള വീഡിയോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ മാങ്ങയൊക്കെ ഉണ്ട്, അപ്പോൾ നമുക്ക് ഉപ്പും കൂട്ടി എന്താ പറയുക മുളകൊക്കെ ഇട്ട് കഴിക്കണം. അപ്പോൾ എന്തായാലും എന്തൊരു കൊച്ചു വീഡിയോ ആണ് കഴിച്ച്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇതിലും കിടിലനായിട്ടുള്ള വീഡിയോസ് ഇട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ചാനൽ സബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും ഇപ്പോൾ തന്നെ സബ് ചെയ്യുമ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.